പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 13 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വെയറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന
അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് എടുക്കണതേ മർക്കോസിന്റെ സുവിശേഷം 16:15. അവൻ അവരോട് പറഞ്ഞു, ഈ പുനരുദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ചെകുത്താനെ സഭയിൽ പ്രവേശിച്ച ഒരു വാതിലാണത്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചില പ്രൊഫസർമാർ പറയും, ഇത് മാർക്കോസിൻ്റെ സുവിശേഷമല്ല, ഇത് ശിഷ്യന്മാരാരാണ്ട് പിന്നീട് 16-ാം അധ്യായം എഴുതി ചേർത്തതാണെന്ന്. അന്ന് അവിടെ വെച്ച് ഈ പ്രൊഫസറുമായിട്ട് വാഗ്വാദം ഉണ്ടാകും. വാഗ്വാദം എന്ന് പറയുന്നത്, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, സാത്താൻ സഭയിൽ കയറണത് ഇവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അതിനൊരു വിഷയം എന്ന് വെച്ചാൽ, ഇത് വലിയ പ്രബുദ്ധതയാണ്, ഏറ്റവും അപ്ഡേഷനുള്ള ദൈവശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് സ്വന്തം അംഗത്വം ആഘോഷിക്കാൻ കൊള്ളാമെന്നല്ലാതെ സഭയ്ക്ക് ആ കണ്ടുപിടുത്തം കൊണ്ട്, ആ നരകം പിടിച്ച കണ്ടുപിടുത്തം കൊണ്ട് സഭയ്ക്ക് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം? ഇവർ ഇതോടുകൂടി സുവിശേഷ വേലയ്ക്ക് എൻ്റെ ഫീസൂരി കളഞ്ഞു. ഇന്ന് നോക്കിയാൽ മതി, ഇന്ന് പല മിഷണറിമാരും പറഞ്ഞത് എന്താണ്? നമ്മൾ മൂല്യങ്ങൾ മാത്രം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മാത്രം കൈമാറ്റം ചെയ്താൽ മതി, അതാണ് സുവിശേഷം എന്നും പറഞ്ഞ് എന്നാ ചെയ്യും? ക്രിസ്തു പറയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു മിഷൻ തളരും. മൂല്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും മൂല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ. നിങ്ങൾക്ക് തോന്നരുത് ക്രിസ്തു ഒരു മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം തരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മനുഷ്യൻ ഇവിടെ മനുഷ്യരാശിക്ക് മൂല്യമൊന്നും ഇല്ലാഞ്ഞിട്ടേ, മൂല്യം ആഡ് ചെയ്യാൻ, വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം നടത്തിയതെന്ന് തോന്നിപ്പോകും. അത് എല്ലാം ഒരു ഫ്ലക്ച്വേഷനാണ്, വിശ്വാസത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് അതെല്ലാം. കാര്യം ആര് ഫോർമുലേറ്റ് ചെയ്താലും ആദിമസഭയുടെ പ്രോഡക്റ്റ് അല്ലേ ഇത്. എക്സ് ഓർ വൈ, ഇനി മർക്കോസ് അല്ല ശിഷ്യനാണെന്ന് പറഞ്ഞാലും സഭ കൈയേൽപ്പിച്ചതെന്നാണിത്. അപ്പം എന്താണ്? സഭയുടെ വിശ്വാസമാണത്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ ഇവരാരാ? അതിൻ്റെ വിഷയം എന്ന് പറയണത് അക്കാഡമിക്കായിട്ടല്ല ഈ വിഷയത്തെ കാണുന്നത്. ഇതിൻ്റെ വിഷയം, ഇതിനൊരു അഭിഷേക തലമുണ്ട്. അതാണ് എൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, അതുകൊണ്ട് മൂല്യം ഇല്ലാതെ വന്നിട്ട് മനുഷ്യരാശിക്ക് മൂല്യം ഇല്ലാഞ്ഞിട്ട് മൂല്യം കൊറിയർ ചെയ്യാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്താണെന്ന് പറഞ്ഞിട്ട് ഈശോനെ റെഡ്യൂസ് ചെയ്ത് കുറച്ചുമ്പോൾ ഒരു വാല്യൂ ആക്കി കളയും. ഈശോ വാല്യൂ അല്ലല്ലോ, രക്ഷാകരമായ വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. ഞാനൊരു മൂല്യമാണെന്ന് ഈശോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈശോ പറയാത്ത കാര്യം ഈശോയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇവർ കർത്താവിൻ്റെ ദൈവിക പദ്ധതിയുടെ ഫിസൂരണ പിശാചിൻ്റെ പ്രവർത്തനമാണത്. അതിൻ്റെ കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ മണിമേഖല എന്നറിയാം, നിങ്ങൾക്ക് പഴയൊരു പുസ്തകമാണ്, നമ്മുടെ സംഘകാലത്തെ പുസ്തകമാണ്. കർത്താവിൻ്റെ കാലത്ത് ഇവിടെ എഴുതിയ പുസ്തകമാണ്, ചിലപ്പതികാരവും. ഈ രണ്ട് പുസ്തകത്തിലും പറയണ ഒരു രാജാവുണ്ട്. അയാൾ ചോഴ രാജാവ്. അയാൾ കാവേരിപ്പും പട്ടണത്തിൻ്റെ അധികാരിയായിരുന്നു, ചോഴ സാമ്രാജ്യത്തിന്. ഈ മണിമേഖലയിലും അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലും പറയുന്ന ഈ ചോഴൻ, പൂകാർ പട്ടണത്തിൻ്റെ ചക്രവർത്തി, അയാളുടെ പേരിലുള്ള കഥയാണ്. ഇതൊരു ദ്രാവിഡ കഥയാണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കഴുകൻ ഒരു പ്രാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേ ഇയാൾ അതിനെ രക്ഷിക്കും. കാര്യം അഹിംസ എന്നുള്ള ഒരു വലിയ സംഭവം ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് അഹിംസ. അതിവിടെ കൊണ്ടുവന്ന് ജൈനമതക്കാരാണ്. അപ്പോൾ ഈ പൂകാർ ചക്രവർത്തിയുടെ കരികാല ചോഴൻ എന്ന് പറയുന്ന ആൾ, അല്ല ചോഴല്ല, കരികാല ചോഴനല്ല, ചോഴൻ, പൂകാർ ചക്രവർത്തി
അദ്ദേഹം ഒരു ജൈനമതക്കാരനാണ്. അപ്പോൾ ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ കഴുകൻ അദ്ദേഹത്തോട് പറയും, ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്, അപ്പം ഇതിനെ നീ മാറ്റിയ ഞാൻ പട്ടിണി കിടന്ന് ചാകും, അപ്പോൾ അതും ഹിംസ അല്ലേ, നീ കാരണമല്ലേ ഞാനും മരിക്കാൻ പോണത്, അപ്പോൾ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കും. പറയണു എനിക്ക് ഇറച്ചി കിട്ടിയാൽ മതി. അപ്പോൾ ഉടനെ ത്യാഗം സഹിച്ചും സ്വന്തം ആ പ്രാവിൻ്റെ തൂക്കത്തിനോട് അത്രയും രക്തം ചോരയുടെ കൂടി രക്തം എടുത്ത് മുറിച്ചുവിന് കൊടുക്കും. അത് കഥയാണെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ അന്നത്തെ കാലത്തുള്ള മൂല്യമാണത്. നമുക്ക് കേൾക്കുമ്പോൾ കഥയാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജൈനമതക്കാർ കൊണ്ടുവന്നൊരു മൂല്യമാണത്. അഹിംസ എന്നുള്ള രീതിയിൽ വളരെ ജ്വലിക്കുന്നൊരു മൂല്യമാണ്. അപ്പം അഹിംസ വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ടല്ലോ. ത്യാഗമുണ്ട്, ക്ഷമയുണ്ട്, ദയയുണ്ട്. നമ്മൾ പറയുന്ന ബൈബിളിൽ പറയുന്ന എല്ലാ മൂല്യങ്ങളും എല്ലാ വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. മറ്റ് രാജ്യങ്ങളുണ്ടായില്ലെന്നല്ല, നമ്മൾക്കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? മൂല്യമല്ല വിഷയം, ദ പേഴ്സൺ ജീസസ്, അതാണ് വിഷയം. പിതാവിൻ്റെ, അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവനും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തുകയും. എന്താ കാര്യം? ഇതിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവരെ അഭ്യസിപ്പിക്കുകയും. ഒരു വാല്യൂ കൺവേ ചെയ്യുന്നതിനേക്കാൾ വലിയ വിഷയമാണ് പാപത്തിന് പരിഹാരമായി ഈശോ നേടിയെടുത്ത രക്ഷ ഇതിൽ അവർക്ക് പങ്കാളിത്തം നൽകുക. അതാണ് ബൈബിളിൻ്റെ മൂല്യം. അല്ലാതെ ആ ഒരു സംഭവത്തെ തൊട്ട് കഴിയുമ്പോൾ അത് പിന്നീട് എഴുതി ചേർത്താണെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? പണിക്ക് ഈ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അടവാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ച് റിസർച്ചൊക്കെ ചെയ്ത് അവരവരുടെ ജീവിതകാലം മുഴുവൻ മിഷണറിയാണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യും. മിഷൻ മേഖലയിലെല്ലാം തളർച്ചയുണ്ട് നമുക്ക്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂല്യമല്ല പ്രശ്നം, കർത്താവായ വ്യക്തിയിലൂടെ സാധിച്ച രക്ഷയാണ് വിഷയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.